തീരദേശ പരിപാലന നിയമം പുതിയ ഭൂപടം പ്രസിദ്ധീകരിക്കുന്നതിൽ കേന്ദ്ര നിർദ്ദേശത്തെ അവഗണിച്ച് സംസ്ഥാന സർക്കാർ. കേരളം നൽകിയ ഡ്രാഫ്റ്റ് കേന്ദ്രം അംഗീകരിച്ചിട്ടും പുതിയ ഭൂപടം അനുസരിച്ചുള്ള ഉത്തരവ് പഞ്ചായത്തുകൾക്ക് സർക്കാർ ഇതുവരെ കൈമാറിയിട്ടില്ല. 2019 മാപ്പ് പ്രകാരം തീരദേശ പരിപാലന നിയമത്തിൽ വരുന്ന 10 ജില്ലകളിലായി ലക്ഷക്കണക്കിന് ആളുകളാണ് വീട് പോലും വയ്ക്കാൻ കഴിയാതെ പേരുവഴിയിലായത്. കേന്ദ്രം കേരളത്തിന് നൽകിയ നിർദ്ദേശത്തിന്റെ പകർപ്പ് ജനം ടിവിക്ക്. ജനം ബ്രേക്ക് ചെയ്യുകയാണ്. ഈ വാർത്ത ടിൻഡു ദാസ് ചേരുന്ന വിവരങ്ങളുമായി. ടിൻഡു, ആദ്യം വിശദാംശങ്ങൾ വാർത്തയുടെ. തീരദേശ പരിപാലന നിയമവുമായി ബന്ധപ്പെട്ട 2011 ഭൂപടമാണ് നിലവിൽ ഇപ്പോഴും സംസ്ഥാനത്തെ പഞ്ചായത്തുകളുടെ പക്കലുള്ളതെന്നാണ് നമുക്ക് ഈ വാർത്തയിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 2019 ഈ ജനങ്ങളുടെ ബുദ്ധിമുട്ട് ചൂണ്ടിക്കാണിച്ച് സംസ്ഥാന സർക്കാർ നിയമസഭയിൽ ഈ വിഷയം ചർച്ചയായി ഉയർത്തിയിരുന്നു. ഇതിന്റെ സാഹചര്യത്തിൽ കേന്ദ്രത്തിനോട് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്, അതായത് തീരദേശ പരിപാലന നിയമവുമായി ബന്ധപ്പെട്ട് വീട് വയ്ക്കാനോ സ്ഥലം വിൽപ്പന നടത്താനോ കഴിയാത്ത രീതിയിലുള്ള പ്രതിസന്ധി സംസ്ഥാനത്ത് നിലനിൽക്കുന്നുണ്ട് എന്ന് ചൂണ്ടിക്കാട്ടി കേന്ദ്രത്തിന് കത്തയച്ചിരുന്നു. ആ നിർദ്ദേശപ്രകാരം കേരളം പറയുന്ന എല്ലാ രീതിയും അംഗീകരിച്ചുകൊണ്ട് ഒരു പുതിയ ഭൂപടം തയ്യാറാക്കി പഞ്ചായത്തുകൾക്ക് വിതരണം ചെയ്ത് ഈ പ്രതിസന്ധി മറികടക്കണമെന്നുള്ള കാര്യം അറിയിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ 2019 ഇത്തരത്തിൽ കേന്ദ്രം ഒരു നിർദ്ദേശം അറിയിച്ചിട്ട് മാപ്പ്, അതായത് പുതുക്കിയ ഭൂപടം നൽകാൻ ഏതാണ്ട് 5.5 വർഷം സമയമെടുത്തു. ഈ 5 വർഷത്തിനുള്ളിലാണ് ഈ മാപ്പ് തയ്യാറാക്കി കൊടുത്തത്. ഈ മാപ്പിന്റെ കരട് രേഖ കേന്ദ്രം അംഗീകരിച്ചതിന് ശേഷമാണ് ഇത്തരത്തിൽ ഈ ഭൂപടം അടിയന്തരമായി തന്നെ എല്ലാ പഞ്ചായത്തുകൾക്കും വിതരണം ചെയ്യണമെന്ന് കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാരിനോട് അറിയിച്ചത്. ആ അറിയിപ്പിന്റെ അല്ലെങ്കിൽ ആ നിർദ്ദേശങ്ങൾ അടങ്ങിയ കത്തിന്റെ പകർപ്പാണ് ജനം ടിവിക്ക് ലഭിച്ചത്. ഈ കത്ത് ഇപ്പോഴും ഇത്തരത്തിൽ അണ്ടർ സെക്രട്ടറിയുടെ ഓഫീസിൽ ഫയലിനുള്ളിൽ തന്നെ ഒതുങ്ങിയിരിക്കുകയാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സംസ്ഥാനത്തെ 10ഓളം ജില്ലകളിലായിട്ട് തീരദേശ പരിപാലന നിയമവുമായി ബന്ധപ്പെട്ടുള്ള ഒരു അനിശ്ചിതത്വം നിലനിൽക്കുന്നുണ്ട്. അതായത് നിലവിൽ ഇപ്പോൾ പൊക്കാളി കൃഷി, അതോടൊപ്പം തന്നെ കടല്, കായല് തുടങ്ങിയ നദീതീരങ്ങളിൽ അടുത്ത് താമസിക്കുന്നവർ, ചെമ്മീൻ കെട്ടിന് സമീപം താമസിക്കുന്നവർ, ഇവർക്കൊക്കെ വീട് വെക്കാനും ഇവരുടെ പേരുള്ള സ്ഥലങ്ങൾ വിൽപ്പന ചെയ്യാനും തീരദേശ പരിപാലന നിയമം വഴി ഏതാണ്ട് 100 മീറ്റർ അകലം വേണം, അല്ലെങ്കിൽ 200 മീറ്റർ വ്യത്യാസത്തിൽ വേണം ഇവർക്ക് ഇത് വ്യവഹാരങ്ങൾ നടത്താനായിട്ടുള്ളത്. പക്ഷേ ഈ തീരദേശ പരിപാലന നിയമവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ 2011 മാപ്പ് പ്രകാരം ഈ പരിധിക്കുള്ളിൽ വരുന്ന ആളുകൾക്ക് ഒരു പക്ഷേ ഇത് പൊക്കാളി മേഖലയായിട്ടോ അല്ലെങ്കിൽ അത് ബണ്ട് മേഖലയായിട്ടോ അല്ലെങ്കിൽ കൃഷി മേഖലയായിട്ടോ ഒക്കെ തന്നെ കിടക്കുകയാണ്. ആ ഭൂമികൾ ഇവർക്ക് വ്യവഹാരങ്ങൾ നടത്താൻ സാധിക്കുന്നില്ല, അല്ലെങ്കിൽ ആ ഭൂമിയിൽ വീട് വെക്കാൻ സാധിക്കാത്തൊരവസ്ഥയാണ്. അവർ ആ ഭൂമി കച്ചവടം ചെയ്യാനായിട്ട് ഒരുങ്ങുമ്പോഴാണ് പഞ്ചായത്തിൽ നിന്നും അല്ലെങ്കിൽ തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്നൊക്കെ ഇത്തരത്തിലുള്ള നിർദ്ദേശം, നിങ്ങളുടെ ഭൂമി 2011 തീരദേശ പരിപാലന നിയമപ്രകാരമുള്ള മാപ്പിൽ ഉൾപ്പെട്ട് കിടക്കുന്ന ഭൂമിയാണ്, ആ ഭൂമി നിങ്ങൾക്ക് വിനിമയം ചെയ്യാൻ സാധിക്കില്ല. ഈ മുനമ്പ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ ഈ ഭൂമിയിൽ വരുന്നതാണ്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് വൈപ്പിൻ, മുനമ്പം, ആലപ്പുഴ, ചേർത്തല, കോട്ടയം തുടങ്ങിയ ഭാഗങ്ങളിലൊക്കെ ജീവിക്കുന്ന ആയിരക്കണക്കിന് ആളുകളാണ് ഒരു പക്ഷേ ഈ സംസ്ഥാന സർക്കാരിന്റെ ഈ കെടുകാര്യസ്ഥത മൂലം വീട് വെക്കാനോ സ്ഥലം വിൽപ്പന ചെയ്യാനോ സാധിക്കാത്ത രീതിയിൽ കുടുങ്ങിക്കിടക്കുന്നത്. 2024 ഒക്ടോബർ മാസത്തിന് മുന്നോടിയായി തന്നെ കേന്ദ്രം നൽകിയ ഈ നിർദ്ദേശം സംസ്ഥാന സർക്കാരുകൾ അതത് പഞ്ചായത്തുകളിൽ അധികാരപ്പെട്ട ആളുകളിലേക്ക് ഈ നിർദ്ദേശം അല്ലെങ്കിൽ ഈ കത്ത്, ഈ ഓർഡറിന്റെ പകർപ്പ് കൈമാറണമെന്ന് അറിയിച്ചിട്ടുണ്ടായിരുന്നു. ഒരു പക്ഷേ ഈ ഓർഡറിന്റെ പകർപ്പ് പഞ്ചായത്തുകളിൽ ലഭിച്ചെങ്കിൽ മാത്രമേ അവർക്ക് ഈ ഭൂമി വിൽക്കാനോ അല്ലെങ്കിൽ ഇത്തരത്തിൽ വീട് വെക്കാനോ ഒക്കെ സാധിക്കുകയുള്ളൂ. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഈ ആലപ്പുഴ, എറണാകുളം ജില്ലയൊക്കെ സംബന്ധിച്ചിടത്തോളം ഈ കൃഷി മേഖലയായിട്ട് അല്ലെങ്കിൽ പൊക്കാളി മേഖലയായിട്ട് അതോടൊപ്പം തന്നെ കായലും കടലുമായിട്ടൊക്കെ ഒരുപാട് അടുത്ത് കിടക്കുന്ന പ്രദേശങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ PMAY ഉൾപ്പെടെയുള്ള പദ്ധതികളിലും വീട് അനുവദിക്കുന്നുണ്ട്. ആ വീട് വെക്കാൻ പോലും സാധിക്കാത്തൊരവസ്ഥ. നിരവധി കുടുംബങ്ങളാണ് ഇത്തരത്തിൽ ഈ ചെറിയ കുടിലുകൾ കെട്ടിയും അതോടൊപ്പം തന്നെ ടാർപോളിനൊക്കെ കെട്ടിയൊക്കെ അവരുടെ നിത്യജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഒരുപക്ഷെ ഈ ഒരു ഓർഡർ അല്ലെങ്കിൽ 2019 ഉത്തരവ് കയ്യിൽ കിട്ടിയതിനു ശേഷം മാത്രമേ, അല്ലെങ്കിൽ പഞ്ചായത്തുകളിൽ വന്നെങ്കിൽ മാത്രമേ ഈ സർക്കാർ നൽകുന്ന അല്ലെങ്കിൽ PMAY ഉൾപ്പെടെയുള്ള ആനുകൂല്യ പദ്ധതികൾ നൽകുന്ന ഭവനം വരെ നിർമ്മിച്ച് അല്ലെങ്കിൽ വീട് വെച്ച് കഴിയാൻ അവർക്ക് ജീവിക്കാൻ സാധിക്കുകയുള്ളൂ.
സാധിക്കുകയുള്ളൂ. ആ ഒരു സാഹചര്യത്തിലാണ് സർക്കാർ ഈ ഉത്തരവിൽ മേൽ അടയിരിക്കുന്നത്. ഈ ഒക്ടോബർ മാസത്തിന് മുന്നോടിയായിട്ട് ഉത്തരവ് നൽകണമെന്ന് പറഞ്ഞിട്ടും ഇത്തരത്തിൽ സർക്കാരിന്റെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ തദ്ദേശ സ്ഥാപനങ്ങളുടെ ഭാഗത്തുനിന്നോ ഒരു പെട്ടെന്നുള്ള ഒരു നീക്കം ഉണ്ടാകുന്നില്ല. മനസ്സിലാക്കാൻ ടിൻഡു, ഈ കേന്ദ്ര നിർദ്ദേശം കൃത്യമായിട്ട് ഉണ്ടായിട്ട് പോലും ഇത്തരത്തിൽ ലക്ഷക്കണക്കിന് ആളുകളെ ഇത് നേരിട്ട് ബാധിക്കുമെന്ന് അറിയാമെന്നിട്ട് പോലും സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള അലംഭാവം എന്തുകൊണ്ടെന്ന് മനസ്സിലാക്കണം. തീർച്ചയായിട്ടും അനു, അതായത് ഈ 2019 ഭൂപട പ്രകാരം നിലവിലെ സാഹചര്യത്തിൽ ഇവർക്ക് ഈ ഭൂമി വ്യവഹാരം ചെയ്യാൻ സാധിക്കില്ല എന്ന ഒരു നിർദ്ദേശം കേരളം തന്നെയാണ് വെക്കുന്നത്. കേരളം പറയുന്ന കരട് അനുസരിച്ചാണ് കേന്ദ്രം അംഗീകാരം നൽകിയത്. കേരളം പറയുന്ന രീതിയിലുള്ള മാപ്പ് അനുസരിച്ച് കേന്ദ്രം അതിലൊരു മറു ചോദ്യം പോലും ചോദിക്കാതെ അല്ലെങ്കിൽ അതിൽ മറ്റു തരത്തിലുള്ള യാതൊരു തരത്തിലുള്ള ഒരു ചോദ്യം പോലും ഉന്നയിക്കാതെയാണ് ആ കരട് ഭൂപടത്തിന് അംഗീകാരം നൽകിയത്. എന്നിട്ട് പോലും നാളെ 5.5 വർഷം കഴിഞ്ഞിട്ടും ഈ വിഷയത്തിൽ ഒരു നിലപാട് സ്വീകരിക്കാൻ അല്ലെങ്കിൽ ഈ വിഷയത്തിൽ എങ്ങനെയെങ്കിലും പരിഹരിക്കണമെന്നൊരു കാര്യം സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നില്ല. സർക്കാർ ഈ കേന്ദ്രത്തിൽ നൽകിയ ഈ ഉത്തരവ് ഈ ഉത്തരവിന്റെ പകർപ്പും അതോടൊപ്പം തന്നെ 2019 ഭൂപടവും മാത്രം പഞ്ചായത്തുകൾക്ക് കൈമാറിയാൽ മതിയായിരിക്കും. അങ്ങനെയാണെങ്കിൽ ലക്ഷക്കണക്കിന് ആളുകളുടെ ഈ വീട് എന്നുള്ള സ്വപ്നം അല്ലെങ്കിൽ അവരുടെ പുരയിടം കച്ചവടം അല്ലെങ്കിൽ വ്യവഹാരം നടത്താനുള്ള ഒരു സ്വപ്നം അതൊക്കെ സാധ്യമാകും. കാരണം നമുക്കറിയാം ഈ CRZ വരുന്ന ഭൂമി അല്ലെങ്കിൽ CRZ വരുന്ന സ്ഥലങ്ങളൊക്കെ വിൽപ്പന ചെയ്യാനും വീട് വെക്കാനൊക്കെ വലിയ ബുദ്ധിമുട്ടാണ്. തണ്ണീർത്തട നിയമമൊക്കെ വരുന്ന വലിയൊരു നിയമക്കുരുക്കുള്ള വശങ്ങളൊക്കെയാണ്. അപ്പോൾ അവിടെ സർക്കാരിന്റെ ആനുകൂല്യത്തിൽ കിട്ടുന്ന വീട് പോലും വെക്കാൻ കഴിയാത്ത സാഹചര്യമാണ്. കാരണം ഈ തീരദേശ പരിപാലന നിയമത്തിന്റെ പരിധിയിൽ വരുന്ന പ്രദേശങ്ങളിലൊന്നും അങ്ങനെ നോൺ ഡെവലപ്മെന്റ് ഏരിയാസ് ആണ്, അല്ലെങ്കിൽ അവിടെ യാതൊരു തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ നടത്താൻ പാടില്ല എന്നുള്ള ചട്ടമൊക്കെ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഒരുപക്ഷെ ഈ 2019 ഭൂപടം പഞ്ചായത്തുകൾക്ക് കൈമാറി അത് ഇവർക്ക് ലഭിക്കുകയാണെങ്കിൽ ആ ചട്ടമൊക്കെ കുറച്ചുകൂടെയൊക്കെ റെഗുലേറ്റ് ചെയ്യപ്പെടും. അങ്ങനെയാണെങ്കിൽ അവർക്ക് വീട് വെച്ചും അതോടൊപ്പം തന്നെ ഈ ഭൂമി കച്ചവടം ചെയ്യുന്ന വലിയ സാമ്പത്തിക പരാധീനതകളൊക്കെ അതിൽ നിന്ന് രക്ഷപ്പെടാനൊക്കെ സാധിക്കും. പക്ഷേ സർക്കാർ ഈ വിഷയത്തിൽ കാണിക്കുന്ന അലംഭാവം എന്തുകൊണ്ടെന്ന് മാത്രമാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സ്വകാര്യ ഭൂമാഫിയകൾക്ക് വേണ്ടിയിട്ടാണോ ഇത്തരത്തിൽ ഇത് വൈകിപ്പിക്കുന്നതെന്നുള്ള ആരോപണം ഉയരുന്നുണ്ട്. ഏതാണ്ട് 33,000-ത്തിലധികം പരാതികളാണ് ഈ ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ടും അതോടൊപ്പം തന്നെ ഈ വീട് വെക്കണമെന്ന ആവശ്യവുമായി ബന്ധപ്പെട്ടും വിവിധ തദ്ദേശ സ്ഥാപനങ്ങളിൽ വന്നിട്ടുള്ളത്. നവകേരള സദസ്സ് നടക്കുന്ന സമയത്ത് ഇതിനായിട്ട് തന്നെ ഒരു ഫോറം തന്നെ രൂപീകരിച്ചുകൊണ്ട് മുഖ്യമന്ത്രിക്ക് ഉൾപ്പെടെ ഈ വിഷയത്തിൽ നേരിട്ട് പരാതി കൊടുത്തിട്ടും നടപടി ഉണ്ടായിട്ടില്ലെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഈ കത്ത് ഇപ്പോഴും തമ്പാനൂര് സെക്രട്ടറിയുടെ ഓഫീസിൽ ഇപ്പോഴും ഇരിപ്പുന്നുണ്ട്. ഈ കത്ത് ഒന്ന് പഞ്ചായത്തിലേക്ക് മാറ്റിയാൽ മാത്രം മതി, അത് ലക്ഷക്കണക്കിന് ആളുകൾക്ക് ഉപയോഗപ്രദമാവുന്ന ഒരു കാര്യമായി തീരും. അനു.